السلام عليكم ورحمة الله وبركاته. سورة البقرة 36 آية. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. سورة البقرة ഇതിലെ രണ്ടായത്ത് 36 ആയത്തും 37 ആയത്തായിട്ട് ഓതി വെച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നമുക്ക് പടിപ്പാട്ടി വന്നുള്ളത് അള്ളാഹു താല ചൊന്തു വന്നുള്ളത് 35 ആയത്തിൽ നാം ഇതിന് മൂന്നാമത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയ പോലെ അള്ളാഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാമറെ അതേപോലെ ഹവ്വ റളിയല്ലാഹു അൻഹാറെ സ്വർഗത്തിൽ അവിടെ ദൈപ്പാട്ടിയതും അതിൽ പിന്നെ സ്വർഗത്തിൽ ഇക്കുകയത്ത് അള്ളാഹു താലക്ക് വേന്മായതെല്ലാം തിന്നു ചെന്നതും ഒരു മർത്തര് മാത്രം കാട്ടിത്ത് ചെന്നത് ഈ മർത്തർ മാത്രം മുട്ട പോത്തീര അതിൽ നിന്ന് ഒന്നും തിന്നോ തീര ആ മർത്തരിൽ നിന്ന് മത്തിണ്ടെങ്കിൽ നിങ്ങൾ ദ്വാലിമിങ്ങനെ കൂട്ടത്തിൽ പെടുവാറ് ചെത്തു. അപ്പൊ അതിൽ പിന്നെ അള്ളാഹു ഈ ആയത്തിൽ ചൊല്ലത് ഫഅസല്ലഹുമ ശൈത്താൻ അയങ്ക ഷൈത്താൻ അങ്ങനെ ചെണ്ടാലും തീർത്തപ്പാട്ടിയ ഫഅസല്ലഹുമ ശൈത്താനു അൻഹ ഫഅഖ്റജഹുമ മിമ്മാ കാനാ ഫി അങ്ങനെ ഫഅഖ്റജഹുമ അങ്ങനെ ചെണ്ടാലും പുറത്താക്കിയനോ മിമ്മാ കാനാ ഫി അങ്ങ ഏതൊന്നിൽ ഇന്നാറ അതിൽ നിന്നവനും അങ്ങനെ പുറത്താക്കിയ വഖുൽന ഇഹ്ബിതു അപ്പൊ അല്ലാഹു ചൊല്ലത് വഖുൽന ഞങ്ങൾ ചെന്ന ഇഹ്ബിതു നിങ്ങൾ എല്ലാവരും ഇരിഞ്ഞു പോർ ബഅദുകും ലിബഅദിൻ നിങ്ങൾ പരസ്പര അദുവൻ ശത്രുമാരായിരിക്കാർ വലക്കും ഫിൽ അർദി ഇനി നിങ്ങൾക്ക് ഭൂമിയിൽ മുസ്തഖറുൻ നിങ്ങൾക്ക് നിങ്ങൾ ഇക്കവുള്ള ജാഗ അത് ഭൂമിയായിരിക്കും വമതാഉൻ അതേപോലെ നിങ്ങൾക്കത് ഒരു സുഖ സൗകര്യമുണ്ട് ഇലാഹീൻ ഒരു കാലത്തോളം ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു അവധിത്തോളം നിങ്ങൾ ഇക്കവുള്ള ജാഗ അതേപോലെ സുഖ സൗകര്യ അത് നിങ്ങൾക്ക് ഭൂമിയിലായിരിക്കും ചെന്ന് അള്ളാഹു താല അവിടെ ചെന്ന പിന്നെ അള്ളാഹു താല ചെല്ലത് ഫതലഖാ ആദമു മിർ റബ്ബിഹി ഫതലഖ അങ്ങനെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിൽ നിന്ന് പഠിച്ചിട്ട് കലിമാത്തിൻ കുറെ കലിമാത്ത് പഠിച്ചിട്ട് ഫതാബ അലൈഹി അള്ളാഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൗബത്തെ സ്വീകരിച്ച ഇന്നഹു ഹുവ തവ്വാബുർ റഹീം ഖണ്ഡിതമായിട്ടും അള്ളാഹു അവನು തവ്വാബ് തൗബ സ്വീകരിക്കുന്നവനായിരിക്കുക റഹീം റഹം കാട്ടുന്നവനായിരിക്കുക ചെന്നായിരിക്കും അള്ളാഹു താല ചൊല്ലത്. ഈ ആയത്തിൽ നമുക്കിതിൽ 36 ആയത്തിലായിട്ട് ഇവിടെ മനസ്സിലാക്കുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ ഇവിടെ ചെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടിയ ഒരു മർത്തരം കാട്ടിത്ത് ആ മർത്തരം മുട്ട പോകത്തീര ആ മർത്തിൽ നിന്ന് ഒന്നും തിന്നവു തീര ചെന്നായിരിക്കും അള്ളാഹു ആജ്ഞ എന്നത് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലരെ ഈ ആജ്ഞരെ മനസ്സിലാക്കിയതായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ മുട്ട പോവാണ്ടിരിക്കുമ്പോ ഷൈത്താൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാമറെ അതേ മർത്തര ചെന്നായിരിക്കും തീർത്തപ്പാട്ടിയത്. ഇതായിരിക്കും മനസ്സിലാക്കുക. ഫഅസല്ലഹുമ ശൈത്താൻ ഷൈത്താൻ അങ്ങനെ ചെണ്ടാലും തീർത്തപ്പാട്ടിയ. പിന്നെ ഉള്ളത് ഈ അൻഹ ചെന്നിവിടെ അതിൽ നിന്ന് ചെന്നായിരിക്കണം. ഇപ്പൊ ഈ അൻഹ ചെന്നെങ്കിൽ അതിൽ ഹാ ചെന്നുള്ളത് അതൊരു സമീർ അതാ ഒരു പ്രണവും അത് മടങ്കരതയോടെ ആയിരിക്കുന്നുണ്ട്. ഇതിലെ രണ്ട് അഭിപ്രായമായിരിക്കും ഉള്ളത്. ഒന്നെങ്കിൽ അത് സ്വർഗത്ത് ആയിരിക്കും. അപ്പൊ ആ സ്വർഗത്തുക്ക് അൻഹ ചെന്തുൽ അതിലെ ആ സമീർ തിരിരണ്ടെങ്കിൽ അപ്പൊ ഇതിനർത്ഥമായിട്ട് തഫ്സീർ ചൊല്ലത് ഷൈത്താൻ അങ്ങനെ ചെണ്ടാലും സ്വർഗത്തിൽ നിന്ന് ദൂരാക്കിയാണ്. അതേ ജാഗയിൽ ആ അൻഹ ചെന്തുള്ളത് ഇതിന് മേൽ വന്നതായ മറ ഈ ഒരു മർത്തം മുട്ട പോത്തിര ചെന്നായിരിക്കും അള്ളാഹു താല ചെന്ന് മേലത്തെ ആയത്തിൽ ചെന്ന. അപ്പൊ അങ്ങനെ ഉണ്ടായെങ്കിൽ ഈ ആയത്തിൽ അർത്ഥാവത് ഷൈത്താൻ ആ മർത്തര ചെന്ത് ഷൈത്താൻ എന്താക്കിയ ഇങ്ങനെ ജണ്ടാലും തീർത്തപ്പാട്ടിയ ചെന്നായിരിക്കും മനസ്സിലാക്കാം. ഇതായിരിക്കും രണ്ടാമത്തായിട്ട് ഒരു അഭിപ്രായമായിരിക്കും മനസ്സിലാക്കുക സാധ്യമാവുന്നതെങ്കിൽ ആ മർത്തര മൂലക ഷൈത്താൻ ഇങ്ങനെ ജണ്ടാലും തീർത്തപ്പാട്ടിയ ചെന്നായിരിക്കും ഇമാമാർ നമുക്ക് പഠിപ്പാട്ടി തണ്ടത്. ഇതിൽ പിന്നെ അള്ളാഹു താല ചെല്ലത് ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീ അങ്ങനെ ജണ്ടാലും അങ്ങനെ ഏതൊന്നും ഇന്നാറ അതിൽ നിന്ന് അവൻ പുറത്താക്കിയ ഇവിടെ മിമ്മാ കാനാ ഫീ അങ്ങനെ ഏതൊന്നും ഇന്നാറ അതിൽ നിന്ന് ആ ഷൈത്താൻ അങ്ങനെ ജണ്ടാലും പുറത്താക്കിയത്. അപ്പൊ സ്വർഗത്തെ ആ ഡ്രസ്സും അതേപോലെ അവിടെയുള്ള സൗകര്യപ്രദമായ ആ ഒരു അവ അതേപോലെ നല്ല വില ഉള്ളതും ഉത്തമമായിട്ടുള്ള റിസ്ക് അവിടെ അതേപോലെ റാഹത്ത് സ്വർഗത്തിൽ നിന്ന് റാഹത്ത് ഇതെല്ലാം മൈക്കിട്ട് ആ സ്വർഗത്തിൽ നിന്നത് അതെല്ലാത്തിൽ നിന്നും മൈത്തിക്കർ അങ്ങനെ ചെണ്ടാലും ഷൈത്താൻ അവിടെ പുറത്താക്കിയത്. വഖുൽന ഇഹ്ബിതു ബഅദുകും ലിബഅദിൻ അദു അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ആജ്ഞ വന്നത് അള്ളാഹു ആജ്ഞ വന്നത് ഞങ്ങൾ ചെന്ന അള്ളാഹു താല ചെന്ന ഞങ്ങൾ ചെന്ന ഇഹ്ബിതു നിങ്ങൾ എല്ലാവരും ഇരിഞ്ഞു പോർ ഇനി ബഅദുകും ലിബഅദിൻ അദു നിങ്ങൾ പരസ്പര ശത്രുമാരായിരിക്കാർ ചെന്നായിരിക്കും അള്ളാഹു താല ചെന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാം. ഒന്നെങ്കിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അതേപോലെ ഷൈത്താൻ ഇങ്ങനെ അള്ളാഹു താല ചൊല്ലത് നിങ്ങളെ പരസ്പര ശത്രുമാരായിരിക്കാറുണ്ട്. അതല്ലെങ്കിൽ
ആദം അലൈഹിസ്സലാമിന്റെ മക്ക ബനു ആദം, അതേപോലെ ഷൈത്താൻ, ഇങ്ങനെ പരസ്പര ശത്രുമാരായി ചന്തൈത്തിക്കുള്ളത്. ഇത് ഏതായെങ്കിലും ഈ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിബിത്തു അള്ളാഹു താല ചെന്ന് ഇലിഞ്ഞു പോറുണ്ട്. അതിൽ പിന്നെ കുറെ ഈ വിഷയത്തിൽ പൽക്ക കാണാം. ചെന്നെങ്കിൽ ആദം അലൈഹിസ്സലാമിന്റെ എവിടെ ഇൽച്ചിരെ, ഇത് ഏതൊരായത്ത് കയറ്റി ആദം അലൈഹിസ്സലാം വന്നേ, ഇതേപോലെ തിക്ര് ഇബ്ലീസ് എവിടെ ഇഞ്ഞ്, ഹവ്വാ റളിയല്ലാഹു അവിടെ എവിടെ ഇഞ്ഞ്, പിന്നെ അങ്ങനെ എപ്പോൾ പരസ്പരം ഒന്നായി, ഇതെല്ലാം വിഷയത്തിൽ കുറെ അഭിപ്രായങ്ങൾ കാണാം. ഞാൻ ആ അഭിപ്രായത്തിൽ ഒന്നും കിടക്കാൻ പോകുന്നില്ല. മാത്രമ അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ടാക്കിയ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ചെന്ന ഹദീസ് നമുക്കാണ്, ഖൈറു യൗമി തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യ ഉദിച്ച നാളിൽ വെച്ചിട്ട് ഉത്തമമായിട്ടുള്ള ശ്രേഷ്ഠകരമായ നാൾ അത് ജുമുഅ നാളായിത്തിക്കർ, വെള്ളിയാഴ്ച. എന്തുകൊണ്ട് തന്നെ ഫീഹി ഖുലിക ആദം, അണ്ടത്തെ നാളായിത്തിക്കർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉണ്ടാക്കിയത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, അതേ നാൾ അല്ലെങ്കിൽ വെള്ളിയാഴ്ച സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്. വഫീഹി ഉഖ്രിജ മിൻഹ, അതേ വെള്ളിയാഴ്ച ജുമുഅത്തിന്റെ ആ സ്വർഗത്തിൽ നിന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ചെന്തൈത്തിക്കർ. ഇവിടെ ഒരു ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ടാക്കിയ ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുക ചെന്നെങ്കിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല സ്വർഗത്തിൽ നിന്ന് വെള്ളിയാഴ്ച പുറത്താക്കിയത് ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. അതുകൊണ്ട് ചില തഫ്സീറിൽ കൊറിയ ഇമാമാരെ അഭിപ്രായമായിട്ട് കാണുന്നത്, ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ കൊറിയ നേരം മാത്രമേ ചെന്ന് കാണാം. ഇമാം ഹക്കീം റഹിമഹുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമൽ നിന്ന് ചൊല്ലത്, ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് അസർ പിടിച്ച സൂര്യ അസ്തമിക്കുന്ന നേരത്തോളം മാത്രമേ ചെന്ന് ഇവിടെ ചൊല്ലത് കാണാം. വല്ലാഹു അഅലം. പിന്നെ ഇതിക്ക് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹവ്വാ റളിയല്ലാഹു അൻഹാരെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല പുറത്താക്കിയ, അങ്ങനെ ഐതിക്ക് അല്ലാഹു തആല പിന്നെ ചൊല്ലത് ആദം അലൈഹി സ്വലാം അല്ലാഹുവിൽ നിന്ന് കൊറിയ പൽക്ക അല്ലാഹു പരിപാടി കൊടുത്ത. അതായത് ഫതലഖാ ആദമു, ആദം അലൈഹി സ്വലാത്തു വസ്സലാം പഠിച്ചിട്ട് തന്റെ റബ്ബിൽ നിന്ന് കലിമാത്തിനെ പഠിച്ചിട്ട് ഫതാബ അലൈഹി, അങ്ങനെ ആദം അലൈഹി സ്വലാം ഈ തൗബത്തെ അല്ലാഹു തആല സ്വീകരിച്ച ഐതിക്ക് കാണുന്നത്. അപ്പൊ ഇതില് അതായത് കലിമാത്ത് ഐതിക്ക് ആദം അലൈഹി സ്വലാം അല്ലാഹുവിൽ നിന്ന് പഠിച്ചത് ചെന്ന് സൂറത്തുൽ അറാഫിലെ നമുക്ക് 23-ാമത്തെ ആയത്തിൽ കാണാം. ഖാല ആദം അലൈഹി സ്വലാമും ഹവ്വാ റളിയല്ലാഹു അൻഹ ഇങ്ങനെ രണ്ടാലും അല്ലാഹു റൊട്ടിಗೆ ചൊല്ലற, റബ്ബനാ ളലംനാ അൻഫുസനാ, ഞങ്ങളെ നഫ്സിന്റെ മേൽ ദുൽമാക്കിയ, വ ഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് തന്നില്ലെങ്കിൽ, നീ ഞങ്ങളെ മാഫാക്കില്ലെങ്കിൽ, വ തർഹംനാ, നീ ഞങ്ങളെ മേൽ റഹം കാട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടത്തിലായി ഞങ്ങളെ കൂട്ടത്തിലായി തീരാ ചെന്ത ഇതിക്രങ്ങ അല്ലാഹു റൊട്ടിಗೆ ദുആർനെ ചെന്ത് സൂറത്തുൽ അറാഫിലെ 23-ാമത്തെ ആയത്തിൽ മനസ്സിലാക്കാൻ സാധ്യമാണ്. ഇതായിത്തിക്ക് ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാടി തന്നത്. എങ്കിൽ ഇതിന് നേരെ വിരുദ്ധമായിട്ട് ഒരു മൗദൂആയ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കെട്ടിവെച്ചതായ ഹദീസെല്ലാം കാണാം. അതെന്താണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്ര ചെന്തുക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കെട്ടിവെച്ചത്. അങ്ങനെയെങ്കിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ മേലിങ്ങനെ നോക്കുമ്പോൾ അർശിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചെന്തായിത്തിക്ക്. അങ്ങനെ ആദം അലൈഹി സ്വലാം ഈ അർശിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചെന്ത് എഴുതി വെച്ചിട്ട് നോക്കിയപ്പോ ആ മുഹമ്മദ് റസൂലുള്ളാഹി ചെന്തിലെ വസീലാക്കിയിട്ട് അല്ലാഹു റൊട്ടിಗೆ ദുആർനെത്തുണ്ട്. അപ്പൊ ഇതിക്ക് അല്ലാഹു തആല മാഫാക്കി ചെന്ത്. ഈ ഹദീസ് നേരെ കറക്റ്റ്, ഇതിൽ സനദും ഇല്ല. രണ്ടാമത്തത് ഇത് ഖുർആന്റെ ഈ ആയത്തുകളും നേരെ വിരുദ്ധമായതും ആയിത്തിക്ക് ഇത് മനസ്സിലാക്കാം. ഇതേപോലെ ആയിത്തിക്ക് അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പാടി തന്നതിಗೆ വിരുദ്ധമായതും വിഷയിക്കുന്നത് ഈ ആയത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ, അത് മാത്രമല്ല എല്ലാ നബിമാരും എല്ലാ അമ്പിയാക്കന്മാരും ആറും ഏതൊരു നബിയെ വെച്ചിട്ട, അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വെച്ചിട്ട, അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ആൾമാരെ വെച്ചിട്ട് വസീലാക്കിയതായിട്ട് നിങ്ങൾക്ക് ഖുർആനിൽ അമ്പിയാക്കന്മാരാക്കിയതായിട്ട് അതെല്ലാം അത് നബിമാർ പഠിപ്പാടി തന്ന പോലത്തെ തൗഹീദിലൂടെ മനസ്സിലാക്കാൻ സാധ്യമേ അല്ല. അതുകൊണ്ട് ഇത് 3 രൂപത്തിലും നിങ്ങൾ മനസ്സിലാക്കിയത് തപ്പായിത്തിക്ക്. അതേപോലെ ഈ ഹദീസ്, ഇത് ഹദീസല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പിച്ച ഹദീസുമായിത്തിക്ക്. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു റൊട്ടി ദുആർനപ്പ അല്ലാഹു തആല അങ്ങനെ ദുആത്തെ സ്വീകരിച്ച. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അല്ലാഹു ചൊല്ലത് അവನು തൗബത്തെ സ്വീകരിക്കുന്നവനും റഹം കാട്ടുന്നവനുമായിത്തിക്ക ചെന്തൈത്തിക്ക് അല്ലാഹു തആല ഈ ആയത്തിൽ ചൊല്ലത്. അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവനും തൗബാക്കിയ തൗബത്തെ സ്വീകരിക്കുക, തൗബവുമായി ബന്ധപ്പെട്ടിട്ട് പശ്ചാത്താപവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഖുർആൻ ചൊമ്മ ആയത്ത് പഠിപ്പാടിത്തണ്ട്. ഏത് സന്ദർഭത്തിലും എന്തേ തപ്പായെങ്കിലും ആ തപ്പു അല്ലാഹു റൊട്ടിಗೆ ഞങ്ങൾ ചെന്ത് അല്ലാഹുവെ ഞാൻ ഇങ്ങനത്തെ തപ്പാക്കില്ല, ആ തപ്പ് റബ്ബെ നിനക്ക് മാഫാക്കിത്താ ചെന്ത് ഞങ്ങളെ റബ്ബായ ഖാലിക്കായ എല്ലാ തപ്പറും അതിലെ തപ്പറെ തിദ്ദിത്ത് ആ തപ്പ് മാഫ് തണ്ടവും റബ്ബുൽ ആലമീൻ അല്ലാഹു മാത്രമേ ചെന്തൈത്തിക്ക് ഈ ആയത്ത് ഞങ്ങൾക്ക് ചെന്തേണ്ടത്. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തപ്പായിരങ്ങത് കബായിരായെങ്കിലും സ്വകായിരായെങ്കിലും ആ തപ്പറെ അല്ലാഹു റൊട്ടിಗೆ അല്ലാഹു ഏതോറിൽ ചെന്ത് ഞങ്ങൾ അല്ലാഹു റൊട്ടിಗೆ മാഫ് കേൾക്കണേ, അല്ലാഹു ഞങ്ങളെ തപ്പറെ മാഫാക്കി തണ്ടവനായിത്തിക്ക ചെന്തൈത്തിക്ക് ഈ ആയത്തിന് ಮೂಲಕ അല്ലാഹു ഞങ്ങൾക്ക് പരിപാടി തന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹുവെ ദീൻറെ അല്ലാഹുവെ കലാമെ പഠിക്കുക, അതിനനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് തട്ട്. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഈ ആയത്ത് ഞങ്ങൾക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين.
فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.